ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ തമിഴിലൊക്കെ കണ്ടപ്പോൾ. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ. അപ്പോൾ അതിൽ ഒരാളില്ലേ അനു, അവൾ ഇവിടെ നമ്മുടെ CSP ഹെഡ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവിടുത്തെ വാച്ച്മാനൊക്കെ ആയിട്ട് ഞങ്ങൾ കമ്പനിയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട്. അപ്പോൾ ആൾ ഞങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാണ്. പക്ഷേ അത് കേടായി എന്നാണ് പറയുന്നത്. വ്ളോഗ് എടുക്കല്ലതാ. ഇതാണ് വാച്ച് ശരിയാക്കാൻ പൈസ ഞാൻ GPay അല്ലത്. നഹദീനായിട്ടുണ്ട്. ഞങ്ങൾ വരണ ബാങ്കിക്ക് ലത്തീംപള്ളിയിൽ അവിടെ നിന്ന് ഗോഡ്സനെ പിക്ക് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 3 പേരുടെ കല്യാണം വരുന്നുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഗോഡ്സൻ്റെ ഗിഫ്റ്റ് അവൻ തന്നെ വാങ്ങിച്ചോട്ടെ എന്ന് ചോദിച്ചു. അവന് ക്ലോക്ക് മതി എന്ന് പറഞ്ഞു. പക്ഷെ പൈസ കുറച്ചും കൂടി കുറയ്ക്കണം. ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് ആവും. എന്താ ബാറ്ററിക്ക് 150 രൂപ? പിന്നെ 45 രൂപയുടെ 3 ബാറ്ററി ഇവനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇവന്റെ കല്യാണമാണ്. അവിടെ നിന്ന് ഞങ്ങൾ രാഗത്തിൻ്റെ അടുത്തുള്ള ടൈറ്റാനിലേക്കാണ് കേട്ടോ പോയത്. ബാക്കിയുള്ള 2 പേർക്ക് വാച്ച്. ഞങ്ങൾ എല്ലാവർക്കും വാച്ചാണ് കൊടുക്കാറ്. ടൈറ്റാൻ്റെ ഞാനാണ് ഏറ്റവും പൈസ അയച്ചത്. സ്വപ്നേച്ച് കഴിച്ചിട്ട് ഞാനാ പൈസ അയച്ചത്. എന്നിട്ട് അന്വേഷിച്ച് എനിക്ക് പൈസ അയച്ചത്. അപ്പോൾ മണിയില്ലാത്ത സമയമായിരുന്നു ഞാൻ എടുത്തു പോയി. ഇപ്പം ഞാൻ വീണ്ടും ഇട്ടിട്ടുണ്ട്. എൻ്റെ അയച്ചിട്ടില്ല. ഇല്ല, നല്ല രസമാണ് മേക്കപ്പ് ഒക്കെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഇതിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെയാവണതാണോ? നീ മറ്റേ സെമിനാർ എടുക്കണ പോലെയാ. വാച്ച് നമ്മൾ വാങ്ങിച്ചു കേട്ടോ 2 പേർക്കും. അപ്പോൾ നമ്മൾ ക്ലാസ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് കേട്ടോ വാങ്ങുക വാച്ചൊക്കെ. അവരവിടെ ബില്ല് ചെയ്യുമ്പോഴേക്കും ഞാനവിടെ പരാഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ടൈറ്റൻ്റെ മേലെ. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വന്നു. നഹദിക്ക് പോവാണ് കേട്ടോ. നല്ല മട്ടൻ മന്തി കഴിക്കാൻ ഉണ്ടായാൽ മതിയായിരുന്നു. നോർമൽ ഒരെണ്ണം, പിന്നെ നല്ല മട്ടൻ മന്തി കഴിക്കാന്ന് വെച്ചിട്ട് വന്നതാണ്. പക്ഷെ മട്ടൻ മന്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ നോർമൽ ചിക്കൻ മന്തി ഒക്കെ തന്നെയാണ് ഓർഡർ ചെയ്തത്. അറിയില്ല, നീയല്ല പറഞ്ഞ ഗ്രീൻ ചില്ലി. എനിക്കിഷ്ടായി. അവർ കഴുകാൻ നിൽക്കണേ. ഇത് ആരും ചെയ്ത പണിയാ. യൂട്യൂബിൽ കമന്റ് വരും. അല്ല, ആർക്കെങ്കിലും കമന്റ് ചെയ്യാനുള്ളൂ അല്ലേ? ഇവിടെ തന്നെ നടന്നുണ്ട് ചേച്ചി. പറഞ്ഞോ. 4 നടന്നുണ്ട്. സ്പെഷ്യൽ പാൽ സർവത്ത് അതല്ലേ നടന്നുണ്ട്. എനിക്ക് മറ്റേ MG റോഡിലൊക്കെ ഇഷ്ടമായ പാൽസർബത്ത് ഇതാട്ടോ. ഇനി നെക്സ്റ്റ് മാരേജ് വ്ളോഗിൽ കാണാം. അനു തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാൻ പോകാൻ. ഇന്നലെ ലീവായിരുന്നു. ഗോഡ്സനൊക്കെ ലീവാണ് ഇന്നും. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെയും കൊണ്ടിട്ടാണ് പോണത്. പിന്നെ അവനും ഉണ്ടായിരുന്നു. അവൻ്റെ മാരേജ് ആയില്ലോ. കുഞ്ഞ് പഴംപൊരി. പക്ഷെ നല്ല എനിക്ക് ചെരുപ്പൊക്കെ വാങ്ങണം കല്യാണം.
വില കുറവാടാ? ആണോ ആണോ ഞാൻ അറിഞ്ഞിട്ടില്ലടാ. ഇവിടെ എന്തെടുത്താലും പകുതി പൈസ. ഇവരൊക്കെ പ്രോപ്പർ തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പല ഷോപ്പുകളും അറിയില്ല. ഇവരുടെ ഒപ്പൊക്കെ വന്നിട്ട് എനിക്കറിയുള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാ കടകളൊന്നും അറിയില്ല. ചാക്കോളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടേക്കൊക്കെ വരുന്നത്. ഞങ്ങൾ ചെരുപ്പ് വാങ്ങാൻ പോവാട്ടോ. ഞാനൊന്നും സംസാരിച്ചിട്ടില്ല ഇന്നത്തെ വീഡിയോയിൽ. അധികം എന്തെങ്കിലും പറയണ്ട. ഏത് നേരത്ത് ഞാൻ അനിയൻ്റെ മാരേജിനുള്ള ചെരുപ്പാണ് കേട്ടോ നോക്കണത്. ഗോഡ്സൻ്റെ മാരേജിനുള്ളതല്ല. എനിക്കിഷ്ടമായി, പക്ഷേ ഹീൽസ് ഉണ്ട്. അവർ 2 ദിവസം എടുക്കും എന്ന് പറഞ്ഞ് ഹീൽസൊക്കെ കളയണമെങ്കിൽ. അപ്പോൾ പിന്നെ ഞാൻ എടുക്കാണ്ട് പോന്നു. അത് നല്ലൊരു കാര്യം കേട്ടോ. അവള് നന്നായി സംസാരിക്കും. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഉണ്ണീനെ വീട്ടിലാക്കി വരുമ്പോൾ അമ്മയൊന്നും പറയില്ലേന്ന്. അമ്മയൊക്കെ പറയും. നിങ്ങൾക്കിപ്പോൾ നേരിട്ട് കാണാം എങ്ങനെയാന്ന്. ഈ നോട്ടം കണ്ടപ്പോൾ മനസ്സിലായില്ലേ എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ പോവാറുണ്ട്. ഞാനൊരു 11 മണി നേരത്തൊക്കെയാണ് പോവാറ്. അപ്പോൾ നീലോട്ട് ഉറങ്ങണ സമയമായിരിക്കും. ഇപ്പോൾ 2-3 മണിക്കൂർ പിടിക്കുമല്ലോ. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ കേട്ടോ അമ്മയുടെ ദേഷ്യമൊക്കെ. പിന്നെ ഓക്കെ ആവും. ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കും. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ വരുമ്പോഴല്ലേ നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ. മന്തി കഴിച്ചോണ്ടാണോ എന്നറിയില്ല. നല്ല ക്ഷീണുണ്ടായിരുന്നു. ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കേട്ടോ. അപ്പം കാണുന്നത് ഇതാണ്. എങ്കടാ അപ്പം ഞങ്ങൾ ചെറുതായിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ആഘോഷിക്കില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെ ആഘോഷിക്കുന്നുണ്ട് ഉള്ളവർ വെച്ചിട്ട്. അപ്പൊ കുളിക്കാൻ പോവല്ലേ? ഫുൾ ഡേ വ്ളോഗ് എന്ന്. വെൽക്കം വെൽക്കം. നീ എവിടെയുണ്ട്? ഹലോ, ഹാപ്പി ബർത്ത്ഡേ. മാം ഇത്തിരി ബിസി ആയിരുന്നു ഇന്ന് കാലത്തൊട്ടിട്ട്. അധികം പേരൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഇതെന്നിട്ടാടി കള്ളടി കൊണ്ടിയ? ഏത് നമ്മുടെ മറ്റേ ചെത്ത് കൊറേ ഉണ്ടാ? ഇത്തിരി പുളി ഉണ്ടെന്നുള്ളൂ. കള്ളുകൂട്ടി അടിച്ചാൽ മതി. അപ്പം നല്ല മധുരം ഉണ്ടാവും. കള്ളുകൂട്ടി ഇത് ഞാൻ വാങ്ങിച്ചു. നിങ്ങൾ വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചതാ? ഞാൻ വാങ്ങിച്ചു മിഞ്ഞാന്ന് പോയിട്ടു. ഫോട്ടോ ഇല്ല, വീഡിയോ മതി. നിങ്ങളെങ്ങടെ ഈ കള്ളിന്റെ അവിടെ പയ്യെ നീലു പോ. ഏ ഇഷ്ടം കൊണ്ടാണ് ലുവായിക്ക് ഉമ്മ തരാൻ വേണ്ടിട്ടാണ്. ആ ചേട്ടെ സോറി. എത്ര ചേട്ടാ? നമ്മള് ഫുഡൊക്കെ വാങ്ങിക്കാൻ ചെയ്തത്. നൂഡിൽസ്, ചില്ലി ചിക്കൻ, ചില്ലി പൊടി, പൊറോട്ട, ഫ്രൈഡ് റൈസ്, പിന്നെ മന്തി, പിന്നെ 2 ഷവർമ്മ. അങ്ങനെ ഇത് മതിയാവില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓർഡർ ചെയ്യാം. ഞാൻ കുഴിമന്തി തിന്നു പറഞ്ഞ അമ്മരിക്കണത്. ഞാൻ കുഴിമന്തി തിന്നിട്ടാ വന്നെ. അതേ മട്ടൺ മന്തി കഴിഞ്ഞു. അവിടെ പോയിപ്പോ മട്ടൺ മന്തി കഴിക്കാൻ പറ്റാം. ആ ബലൂണ്ട് കുറവുണ്ട്. ശരിയാ. ഹാപ്പി ബർത്ത്ഡേ. ലുവായി വന്നിട്ടില്ല. ലുവായി ആ ഹാപ്പി ബർത്ത്ഡേ. കാണാ ചേട്ടൻ സ്റ്റാൻഡ് അപ്പ്. അയ്യോ കുഴപ്പമില്ല. സ്റ്റാൻഡ് അപ്പ്. ഇല്ല പ്രശ്നം. നമ്മുടെ മോനെ കുഴപ്പമില്ല. അവിടെ സ്വത്തല്ല. കുഴപ്പമില്ല.
ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ നീലു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കിയാന അതേ തരുന്നടി. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞോ. ആ ഹാപ്പി ബർത്ത്ഡേ പഠിക്കോ. ഇത് നാളെ ഉണ്ടല്ലോ ന്യൂ ഇയർ ആയിട്ട്. ആ കേക്കിന് വേണ്ടിട്ടുള്ള തല്ലൂട്ടാണ് ഇത് കാണുന്നത്. ഗൈസ് നോക്കാമോ. ഹായ്, ഞാൻ ബർത്ത്ഡേ ബൈ, ഹാപ്പി ബർത്ത്ഡേ. ഡാൻസ് കളിക്കാൻ പോ. ഒരു ഗെയിം ഉണ്ട് കേട്ടാ. ഗെയിം ഉണ്ട് കസാര കളി. അന്തേ മഞ്ചരിക്ക് തരേ. ആരോടാ ചോദിക്കണ്ടേ. എല്ലാരും ടേസ്റ്റ് നോക്കിട്ടാ എങ്ങനെയുണ്ട് ഇത് പറയാം. അവരൊരേ പ്രായമില്ലതാ. മുളകിന്റെ കുത്തൻ മെക്സിക്കനില് ധാരത് എനിക്കറിയില്ല. എടുക്കെടുക്ക്. ഞങ്ങൾ കൊണ്ടാക്കി തരാ. നീലു കിയാനക്ക് കൊടുത്തത്. ആ കൊടുത്ത ദേ 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 ദേ. പോണല്ലടാ എവിടെ സ്പീക്കർ. എന്റെ ഫാൻസിന് ഒപ്പിടുക്കും നീ അതുപോലെ. നീലു നമ്മൾ അടിച്ചു നീലു നോക്കട്ടെ. അമ്മു ചോദിക്കാൻ പൂച്ചയാണോന്ന്. എന്തിനാ നീലു ചേട്ടനെ കടിച്ചേ. പനി അതേപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ ആവുമ്പോ പറയും. സൈലന്റ് പ്ലേസ്. ഒരു സൽപുത്രൻ പിറന്നട പണ്ട് അധ്യായം തുടക്കം ദോഷം പിറന്ന പണ്ട്
അതല്ല ഞാൻ വീണ്ടും നിങ്ങളോട് ഇങ്ങനെ കളിക്കണ്ടെന്ന് പറഞ്ഞ കൊടുത്താ ഞാൻ കണ്ടില്ല ഇവിടെ ഹാപ്പി ന്യൂ ഇയർ ആയതല്ലേ ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ ആയിട്ട് എന്തിനൊക്കെ അറിയണം നമ്മുടെ പൊന്ന് കടക്കാൻ പേടിയായി നമ്മുടെ മോന് പറഞ്ഞ ചേച്ചനോട് പറ കടക്കാൻ പൊട്ടിന്ന് പറ നീലു നോ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്ടോ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നത്. പിള്ളേരൊക്കെ ഒരു വിധമായിട്ടുണ്ട്. പക്ഷെ നീലുട്ടിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, ഓടി നടക്കായിരുന്നു. പറഞ്ഞോ കാണില്ല നമ്മൾ ഇവിടെ നിന്ന് പറയണം. ഇവിടെ നിന്ന് പറഞ്ഞോ കേട്ടോ എല്ലാവരും ഇല്ലേ ആകട്ടെ. ഉണ്ണികളൊക്കെ ഇറങ്ങിട്ടോ ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞോ എല്ലാവരും. ഹാപ്പി ന്യൂ ഇയർ. എന്താ ബാബാ ശരത്തെ നിക്ക് 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 വന്ന് എത്ര ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാലും കുഴപ്പമില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഡാൻസ് കളിച്ചിട്ട് ഞങ്ങളപ്പോൾ ബൈ ബൈ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്കിനും ഷെയറിനും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ.